തിരുവനന്തപുരം മുട്ടത്തറയിൽ സ്വകാര്യ വ്യക്തി തോട് കയ്യേറിയതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രദേശത്തെ 6 വാർഡുകളിൽ മഴ പെയ്താൽ ജലം ഒഴുകിപ്പോകാനുള്ള ഏക മാർഗമാണ് കരയിൽ തോട്. മണ്ണ് മാറ്റി തോട് പൂർവ്വസ്ഥിതിയിലാക്കാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിലെ കമലേശ്വരം വാർഡിലെ മുട്ടത്തറ എന്ന പ്രദേശത്താണ്. ഇവിടെ എനിക്ക് പിന്നിലായി കാണുന്നതാണ് കരിയിൽ തോട്. അത് ഇന്നലെ രാത്രി സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. 6 മീറ്റർ വീതിയാണ് ഈ തോടിൻ്റെ ഒരു വശത്തു നിന്ന് മറുവശത്തേക്കുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഇന്നലെ ആരും അറിയാതെ, നാട്ടുകാരൊന്നും അറിയാതെയാണ് ഈ ഒരു കയ്യേറ്റം നടന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കമലേശ്വരം വാർഡ് കൗൺസിലർ ഗിരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു ഇവിടുത്തെ പ്രശ്നം? അതായത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ 6 വാർഡുകൾ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു കരിയിൽ തോടാണ് കടന്നു പോകുന്നത്. കാരണം ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഈ കമലേശ്വരം എന്ന് പറയുന്ന പ്രദേശവും തൊട്ടടുത്ത സമീപ വാർഡുകളും വെള്ളത്തിനടിയിൽ ആകുന്നൊരു സമീപനമുണ്ട്. അപ്പോൾ വളരെ മുമ്പേ ഈ ഓണർ, എനിക്ക് തോന്നുന്നു 2-3 വർഷങ്ങളായിട്ട് ഇദ്ദേഹം ഇതിൻ്റെ സൈഡ് വാൾ കെട്ടാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രാദേശികമായിട്ട് നമ്മുടെ മുൻ കൗൺസിലറും അത് കണക്ക് പ്രാദേശികമായിട്ടുള്ള എല്ലാവരും, അങ്ങനെ കക്ഷി രാഷ്ട്രീയങ്ങൾ മറന്ന് എല്ലാവരും ജനകീയമായിട്ട് നമ്മൾ ഒരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ പല പ്രാവശ്യവും ഇദ്ദേഹം ഇത് നികത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ശക്തമായിട്ടുള്ള നാട്ടുകാരുടെ എതിർപ്പ് കാരണം അദ്ദേഹം നികത്തിയിട്ടില്ലായിരുന്നു. അദ്ദേഹം പല എതിർപ്പുകളെയും തരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോടതികളിൽ പല അപ്പീലുകളും പോയി കോടതി ഓർഡറുമായിട്ടും അദ്ദേഹം വന്നു. അന്ന് ഇറിഗേഷൻ്റെ വകയാണ് ഈ തോട്. മുമ്പ് ഇവിടെ മുഴുവൻ വയലേലകളായിരുന്നു. ആ വയലേലകളായിരുന്ന സമയത്ത് വയലിൽ വെള്ളം എത്തിക്കാൻ വേണ്ടിയായിരുന്നു ചെറിയൊരു തോടുണ്ടായിരുന്നത്. ആ തോട് കാലക്രമേണ കൊണ്ട് ഒരു 6 മീറ്റർ വീതിയായിട്ട് പരിണാമപ്പെടുകയും ആ 6 മീറ്റർ വീതി തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തിന് മുമ്പ് ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥർ വന്നു. ആ ഇറിഗേഷൻ്റെ ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ ബൗണ്ടറിയിലുണ്ട്. അത് വെച്ച് നൂല് കെട്ടി അദ്ദേഹം പറഞ്ഞു ഫൗണ്ടേഷൻ കെട്ടിക്കൊള്ളാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം വില്ലിങ് അല്ല. അദ്ദേഹത്തിന് ഈ കരിൽ തോടിൻ്റെ പകുതിയിൽ വെച്ച് തന്നെ ഈ കെട്ടണമെന്നുള്ള ഒരു നിർബന്ധത്തിൽ നിൽക്കുകയാണ്. ഇവിടെ അറിയപ്പെടുന്ന ചില ഗുണ്ടകളാണ് ഇപ്പോൾ ഈ മണ്ണടിച്ച് നിർത്താൻ വേണ്ടി മുമ്പേ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനെന്തെങ്കിലും അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ നേരത്തെ കൗൺസിലർ പറഞ്ഞതുപോലെ ഈ ഒരു 10-15,000 കുടുംബങ്ങൾ വെള്ളത്തിനടിയിലാവും മഴ പെയ്താൽ. ഇപ്പോൾ തന്നെ ഇവിടെ ഈ ഹൈവേ പണി നടന്നപ്പോൾ ഈ തോടൊരു ചെറുതായിട്ട് ബ്ലോക്ക് ചെയ്ത സമയത്ത് എൻ്റെ വീട്ടിൽ മുറിക്കകത്താണ് വെള്ളം കയറിയത്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്ത വ്യക്തിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, എന്തായിരുന്നു സംഭവം? ഞാൻ ഈ കേസ് കൊടുത്തിട്ട് 3 വർഷത്തിൽ കൂടുതലായി. ഒരു കമ്മീഷൻ വെക്കണമെന്ന് 4 പ്രാവശ്യം ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കമ്മീഷൻ വെച്ചിട്ടില്ല. ഇപ്പോൾ ഇതിപ്പം ചോർന്നിക്കുന്നതാണ്. ഇത് കമ്മീഷൻ ഉണ്ടാകും എന്ന് ചോർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോൾ ഗുണ്ടകൾ വെച്ചിട്ട് ഈ മണ്ണിവിടെ മൂടിയിരിക്കുന്നത്. ഏത് കനാലുകളായിരുന്നാലും നിലവിലുള്ള സ്ഥിതി നിലവിലാക്കിക്കൊണ്ട് തന്നെ അതിന് എവിടെയെങ്കിലും ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണമെന്ന് ഗവൺമെൻറ് ഓർഡർ ഇപ്പം നിലവിലുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വേല ചെയ്തിരിക്കുന്നത്. ഇത് ഏതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. നിയമപരമായി നടപടിയെടുക്കാൻ ഇതിൻ്റെ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി തയ്യാറാകും. തീർച്ചയായിട്ടും 6 വാർഡുകളിലെ ജനങ്ങൾ, അതായത് മഴ പെയ്ത് കഴിഞ്ഞാൽ 6 വാർഡുകളിലെ വെള്ളം ഒഴുകിപ്പോകേണ്ട ഒരു കനാലാണ് ഈ കാണുന്നത്. അതാണിപ്പോൾ ഈ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്താൻ ശ്രമം നടത്തിയിരിക്കുന്നത്. ഈ കാണുന്ന കുറ്റി അടിച്ചിരിക്കുന്ന ഭാഗം വരെ അവരുടെ വസ്തുവാണെന്നും അതുവരെ മണ്ണിട്ട് നികത്തണമെന്നൊരു ആവശ്യമാണ് നേരത്തെ തന്നെ ഈ സ്വകാര്യ വ്യക്തി ഉന്നയിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ വീണ്ടും ഈ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആദ്യം പറഞ്ഞു നോക്കും. അതിനുശേഷവും ഈ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ.